സീറോ ബഡ്ജറ്റ് മാത്രം പറയല്ലേ ബ്രോ, സഹിക്കാൻ പറ്റത്തില്ല. സാർ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ. ഒരു തവണ ഒരു കുട്ടി വന്ന് സെൽഫി ചോദിച്ചു. ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്സ് ആയിരുന്നു. സെൽഫി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിങ്ങനെ സെലിബ്രിറ്റി ആണോന്നൊക്കെ അവിടെയൊക്കെയാണ് പാവം ക്യാമറമാൻ. ഇവരുടെ എല്ലാം എടുത്തത് ഞാനാണോ? എല്ലാം പുള്ളി തന്നെയായിരുന്നു. എഡിറ്റിംഗും DOP ഡയറക്ഷനിലും സകല കലകല വല്ലവനാണ്. പുറത്തറിയത്തില്ല പുള്ളിക്ക്. എങ്ങാണ് സിനിമയിലോട്ട് വിളിച്ചാലും ഇനി. ആവേശത്തിനൊക്കെ സീറോ ബഡ്ജറ്റ് ആയിരുന്നല്ലേ? സീറോ ബഡ്ജറ്റ് മാത്രം പറയല്ലേ ബ്രോ, സഹിക്കാൻ പറ്റത്തില്ല. സീറോ ബഡ്ജറ്റ് എന്തെങ്കിലുമൊക്കെ ആവും. മാർക്കോയ്ക്ക് ആയിട്ടുണ്ട് 10K. നമുക്ക് ആ ഒരു ലഹരി അറിഞ്ഞു തുടങ്ങി. 10 പേര് തിരിച്ചറിയുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. തിരിച്ചറിഞ്ഞില്ല, അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചേ. പ്രാദേശികമായിട്ടൊക്കെ അത് ഏറ്റവും കൂടുതൽ വൈറൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയൊരു സംഭവം മാർക്കോടെ ആയിരിക്കും. അപ്പം മാർക്കോടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയില്ല, ആവേശമുണ്ട്. കല്യാണത്തിന് മുമ്പ് വരെ പറയുന്നുണ്ടായിരുന്നു. ആണോ? സിനിമ ഷൂട്ടിംഗ് പറഞ്ഞ് നടക്കും. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ഇതിന്റെ വൈബ് എന്താന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇപ്പൊ മെയിൻ ആണ് നടക്കുന്നത്. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്തായതാ. ഒരിക്കലും അതിന് മുന്നേ ഉണ്ടായിരുന്നു. എന്റെ സാഹചര്യം കൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോ നോക്കി ഇത് കൊള്ളാം പരിപാടി. സാഹചര്യം കൊണ്ട് പേഴ്സ് ചെയ്യാൻ പറ്റാതെ പോയത്. പിന്നെ ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്ത് വീണ്ടും ഈ ചാറ്റുമായിട്ട് എനിക്ക് ഞാൻ കൊല്ലത്തുനിന്ന് വരുവാ, ഞാൻ ഈ ഒറ്റ വാക്കിന്റെ പുറത്ത് വന്നതിന് ഞാൻ എന്തെങ്കിലും ചാൻസ് തരണമെന്നൊക്കെ പറഞ്ഞു ചാൻസ് ചോദിച്ചു തെണ്ടി എന്ന് പറഞ്ഞ് ആസിഫിന്റെ നമ്പർ കൊടുത്തേക്ക്. പൊടി പോലും ഇല്ലായിരുന്നു. ആവേശം എല്ലാ ന്യൂസ് ചാനലെല്ലാം വന്ന് ഞങ്ങളെല്ലാം അതിന് ആഗ്രഹം പ്രകടിപ്പിച്ച്. സാർ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു അനക്കമില്ലായിരുന്നു. ഡ്രസ്സ് അത്യാവശ്യം കരുതിക്കും, നേരെ ആലപ്പുഴയിലോട്ട് വരാൻ പറഞ്ഞു. നേരെ അന്നേരം ഉണ്ടായൊരു സന്തോഷം. എന്തിനാ വിളിച്ചെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ നേരെ കൊണ്ട് എന്നിട്ട് ഒരു ഹോട്ടലിലോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവിടെ റിസപ്ഷൻ പറഞ്ഞ ഒരു ആക്ടർ വന്നിട്ടുണ്ട്, കീ കൊടുക്കണം. അത് കേട്ടപ്പോ പിന്നെ 10 ദിവസം ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു.